പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ ദേവദാസൻ പാസ്റ്റർ ബിജുസൻ പാസ്റ്റർ, അതുപോലെ സിനി സിസ്റ്റർ, തൻ്റെ മകൾ ആഷ്ലീൻ, അതുപോലെ സന്നിധരായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യരായ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഒരുമിച്ച് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം സംസാരിപ്പാൻ ദൈവം എനിക്ക് തന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലെ വിശുദ്ധ സഭായോഗമായി നമുക്ക് കൂടി വരുവാൻ കർത്താവ് അവസരമൊരുക്കി. ദേവദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇന്നലെ നമുക്ക് രാവിലെയും വൈകിട്ടും തിരുവഴുത്ത് ധ്യാനിപ്പാൻ, ഉപവസിപ്പാൻ, പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് നമുക്ക് നൽകിയ സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ഒരുമിച്ച് എനിക്കായിരുന്നത് എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു ഭാഗ്യ പദവിയായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് പകലായിരിക്കുന്നതിലും ഞാൻ അത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് 13 വിധ സിദ്ധാന്തങ്ങളാണ് ലോകത്തിൽ ആരാധനയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിലൊന്നു മാത്രമേ ശരിയുള്ളൂ. യഹോവ ഏകൻ എന്ന് പറയുന്ന ഒരു ആരാധനക്രമം മാത്രമേ ശരിയുള്ളൂ. ദൈവത്തെ ആരാധിക്കുന്നവർ 3 വിധ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ദൈവം ആരാണെന്നറിയണം. തിരുവെഴുത്ത് പറയുന്നു, ഇസ്രായേലേ കേൾക്കുക, യഹോവ നിങ്ങളുടെ ദൈവമാകുന്നു, അവൻ ഏകൻ തന്നെ. രണ്ടാമത്തെ ചിന്ത, ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. തിരുവെഴുത്ത് പറയുന്നു, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിക്കുക. അതാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ലോകത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ 2 ശക്തികളാണ് ലോകത്തിലുള്ളത്. അതിലൊന്ന് പൈശാചിക ശക്തിയാണ്, മറ്റൊന്ന് ദൈവിക ശക്തിയാണ്. ഈ 2 ശക്തികളിൽ ഏതെങ്കിലും ഒരു ശക്തിയിൽ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഏത് ശക്തിക്ക് അധീനര് എന്ന് ചോദിപ്പാനിടയായത്. അപ്പോൾ വ്യക്തികളെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്, ഭവനങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്, ജാതികളെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്, രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്. ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, 21ാമത്തെ ദിവസം ഗബ്രിയേൽ ദൂതൻ അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദാനിയേലിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ദാനിയേലിനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, ദൈവത്തിൻ്റെ പ്രിയ പുരുഷനായ ദാനിയേലേ, നീ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കിയ അന്ന് ആദ്യ ദിവസം തന്നെ ആ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. എന്നാൽ പാർസി രാജ്യത്തിൻ്റെ പ്രഭു അതിനെ തടഞ്ഞു. എന്നിട്ട് എനിക്ക് പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രധാന ദൂതനായ മീഖായേലിനെ സഹായത്തിനായി വിളിച്ചു. അവിടെ പറയുന്നത്, ഇപ്പോഴും ആ പാർസി രാജ്യത്തിൻ്റെ പ്രഭു മീഖായേലുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർസി രാജ്യം അന്ന് ഭരിച്ചിരുന്നത് ഹോരേശാണ്. ഹോരേശ് പാർസി രാജ്യം ഭരിക്കുമ്പോൾ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരു അന്ധകാര ശക്തി ഉണ്ടായിരുന്നു. എന്നതുപോലെ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്, ജാതികളെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ദാസനായ മോശയെ ഫറവോൻ്റെ അടുക്കൽ അയച്ചിട്ട് ഫറവോനോട് മോശ ഇപ്രകാരം പറഞ്ഞു, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഫറവോൻ പറഞ്ഞത്, ഫറവോനിൽ വ്യാപരിച്ച മിസ്രൈമ്യ ശക്തി പറഞ്ഞത്, യഹോവയെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ജനത്തെ ആരാധനയ്ക്ക് വിടാതെ ആരാധനയെ തടയുന്ന ശക്തിയാണ് മിസ്രൈമ്യ ശക്തി എന്ന് പറയുന്നത്. 2, ജനം പുറപ്പെട്ടു പോകുന്നതിന് ശേഷം ജനത്തെ വഴിയിൽ തകർക്കുന്ന ശക്തി. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 17-ാം അധ്യായത്തിലുണ്ട്, അമാലേക്യരുമായി തലമുറയായി യുദ്ധമുണ്ട്. അവിടെ യോശുവ പോർക്കളത്തിൽ അമാലേക്യരുമായി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മോശ പർവ്വതത്തിൽ കയറി പ്രാർത്ഥനയുടെ കരം ഉയർത്തിപ്പിടിച്ചു. അവിടെ തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്,
മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോഴൊക്കെയും അമാലേക്കർ തോൽക്കും. മോശയുടെ കരം താഴുന്ന സന്ദർഭത്തിൽ അമാലേക്കർ ജയിക്കും. ആരാണ് അമാലേക്കർ? അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസ്മായേലിൻ്റെ മകനായിരിക്കുന്ന അവൻ്റെ കൊച്ചുമകനാണ് അമാലേക്ക്. ഈ അമാലേക്കിൻ്റെ തലമുറയായി കടന്നു വന്നിരിക്കുന്ന ജാതിയാണ്. ആ അമാലേക്കിൽ വ്യാപരിക്കുന്ന ജാതീയ ശക്തിയുടെ പ്രത്യേകത ദൈവജനത്തെ വഴിയിൽ തകർക്കുക എന്നുള്ളതാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാരംഭത്തിൽ പറയുകയാണ്, പ്രാർത്ഥനയുടെ കരം ഉയർന്നിരിക്കുന്നില്ലെങ്കിൽ നിന്നെ അവൻ വഴിയിൽ തകർക്കും. പ്രാർത്ഥനയുടെ കരം ഏത് ഭവനത്തിൽ ഉയർന്നിരിക്കുന്നുണ്ടോ ആ ഭവനത്തിൽ അമാലേക്കർ ശക്തി താണിരിക്കും. പ്രാർത്ഥനയുടെ കരം ഏതു വ്യക്തിയുടെ മുൻപിൽ, ഏതു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർന്നിരിക്കുന്നുണ്ടോ അവിടെ അമാലേക്കിന് തലപൊക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പ്രാർത്ഥനയുടെ കരം താണിരിക്കുന്ന ഏതു വ്യക്തിയുടെ ജീവിതത്തിലും ഭവനതലത്തിലും അമാലേക്ക ശക്തിപ്പെടുമെന്ന് പ്രാരംഭത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ദൂത് പറയുന്നു. ദൈവജനത്തെ വഴിയിൽ തകർത്ത് കളയുക, വഴിയിൽ വെച്ച് നിഗ്രഹിക്കുക, ഇതാണ് അമാലേക്ക് ശക്തിയുടെ പ്രത്യേകത. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അമാലേക്കരുമായി ദൈവജനത്തോടുള്ള ബന്ധത്തിൽ തലമുറയായി യുദ്ധമുണ്ട്. രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് പെലിസ്ത്യ ശക്തിയാണ്. പെലിസ്ത്യർ എന്ന് പറയുന്ന ജാതിയിൽ വ്യാപരിക്കുന്ന ശക്തി. ആ ശക്തിയുടെ പ്രത്യേകത ദൈവജനത്തിന്റെ മുന്നേറ്റത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അമാലേക്ക ശക്തിയിൽ വ്യാപരിച്ചിരുന്ന അവിടെ മല്ലനായ ഗോലിയാത്ത് ഇസ്രയേൽ ജനത്തെ 40 രാവും 40 പകലും വെല്ലുവിളിച്ചു. രാവിലെ എഴുന്നേറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഗോലിയാത്ത് ഇസ്രയേൽ മക്കളെ വെല്ലുവിളിച്ചു. അവരെല്ലാം ഗോലിയാത്തിനെ അഥവാ പെലിസ്ത്യ ശക്തിയെ ഭയന്നിട്ട് കുഴിയിൽ പോയി ഇറങ്ങിയിരുന്നു. വീണ്ടും വൈകുന്നേര സമയത്ത് ഇസ്രയേൽ മക്കൾ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ഈ ഗോലിയാത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വന്നിട്ട് വൈകുന്നേരം വന്നു വീണ്ടും വെല്ലുവിളിച്ചു. അവിടെ വീണ്ടും അവർ കുഴിയിൽ പോയി ഒളിച്ചിരുന്നു. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അഥവാ പെലിസ്ത്യ ശക്തിയോട് ഇസ്രയേൽ ജനത്തിന് ജയിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ നായകനായിരിക്കുന്ന ശൗലിൽ നിന്ന് ദൈവാത്മാവ് പോയിട്ട് അവൻ അഥവാ പൈശാചിക ശക്തിക്ക് അവൻ അടിമയായിരുന്നത് കൊണ്ട്, അഥവാ അവനിൽ നിന്ന് അഭിഷേകം നഷ്ടപ്പെട്ടത് കൊണ്ട് പെലിസ്ത്യ ശക്തിയെ ജയിക്കുവാൻ ശൗലിന് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ആ പെലിസ്ത്യ ശക്തിയെ ജയിക്കുവാൻ അഭിഷേകം പ്രാപിച്ച ദാവീദ് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. ഞാൻ ഇന്ന് പകൽ ഈ ആരാധന മധ്യേ ഞാൻ അങ്ങനെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതല്ല, എങ്കിലും ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദാവീദും ഗോലിയാത്തും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ടോ? ദാവീദും ഗോലിയാത്തും തമ്മിൽ മത്സരം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ആരായിട്ട് അവന് യുദ്ധം ഉണ്ടായേ? ഇസ്രയേലോ? ഞാനോർത്ത് നിങ്ങൾക്ക് അറിയാതിരിക്കുന്നു. അല്ല, ദാവീദും ഗോലിയാത്തും തമ്മിൽ യുദ്ധമുണ്ടായിട്ടില്ല. എന്നാൽ 2 ശക്തികൾ തമ്മിൽ യുദ്ധമുണ്ടായി. തിരുവെഴുത്ത് പറയുന്നു, ഈ പറയുന്ന ഗോലിയാത്ത് തന്നിൽ വ്യാപരിക്കുന്ന ദേവന്റെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. തിരുവെഴുത്ത് പറയുന്നു, ദാവീദ് പറയുന്നു, നീ നിന്ദിക്കുന്ന ഇസ്രയേൽ നിരകളുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. 2 നാമങ്ങൾ തമ്മിലാണ് അവിടെ യുദ്ധമുണ്ടായത്. അന്ധകാര ശക്തിയും അഥവാ പെലിസ്ത്യ ശക്തിയും അതുപോലെ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ ശക്തിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അന്ധകാര ശക്തി പരാജയപ്പെട്ടു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള ദൂതിതാണ്, നിന്റെ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ തടയുന്ന, മുന്നേറ്റത്തിനെതിരെ, ജീവിതത്തിനെതിരെ, നന്മയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്ന പെലിസ്ത്യ ശക്തിയെ ജയിക്കുവാൻ നിനക്ക് കഴിയണമെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് ആവശ്യമാണ്. ആത്മാവിന്റെ നിറവ്, അഭിഷേകം നിനക്ക് ആവശ്യമാണ്. അഭിഷേകത്തിന്റെ നിറവുള്ള വ്യക്തിക്ക് മാത്രമേ പെലിസ്ത്യ ശക്തിയുടെ വെല്ലുവിളിയുടെ മുൻപിൽ ജയിക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുകയാണ്. അടുത്ത ശക്തി എന്ന് പറയുന്നത് യോർദാന്യ ശക്തിയാണ്. യോർദാന്യ ശക്തിയുടെ പ്രത്യേകത, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകുമെന്നാണ്. അതിൻ്റെ അർത്ഥം
നിനക്കൊരാർപ്പിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ, നിനക്കൊരു സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ, നിനക്കൊരു സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ, അതിനെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ശക്തിയാണ് ഈ പറയുന്ന യോർദാന്യ ശക്തി. യോർദാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, യോർദാൻ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ഇവിടെ പറയുന്ന യോർദാൻ ഇത് രണ്ടുമല്ല. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ യോർദാന്റെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ യോർദാൻ, അവിടെ എഴുതിയിരിക്കുന്നത് അലറി പിന്മാറി എന്നാണ്. ദൈവാത്മാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യോർദാനെ നീ പിന്മാറിയത് എന്ത്? അവിടെ എഴുതിയിരിക്കുന്നത് യോർദാൻ അലറി പിന്മാറി. അലറുവാൻ യോർദാന് വായുണ്ട്, മാറുവാൻ കാലുണ്ട്, കേൾക്കുവാൻ ചെവിയുണ്ട്, കാണുവാൻ കണ്ണുണ്ട്. ഇത് പറയുന്ന യോർദാന്യ ശക്തി, തിരുവെഴുത്തിൽ പറയുന്നത് മരണ യോർദാൻ, കയ്പിന്റെ യോർദാൻ എന്നൊക്കെ പറയും. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമക്കളുടെ മുന്നേറ്റത്തെ തടയുന്ന, അവരുടെ നന്മകളെ ഒഴുക്കിക്കളയുന്ന യോർദാനിൽ ജയം പ്രാപിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ യോർദാന്റെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ മേലൊഴുക്ക് നിന്നുവെന്ന. അത് പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാലിന്റെ പ്രത്യേകതയല്ല, അഥവാ പുരോഹിതന്മാരുടെ പ്രത്യേകതയല്ല, ആ പെട്ടകത്തിന്റെ പ്രത്യേകതയല്ല. പെട്ടകത്തിൽ വ്യവസ്ഥകൾ പാലിച്ചു. തിരുവെഴുത്ത് പറയുന്നത് മന്നയിട്ടു വെച്ച പൊൻപാത്രവും അഹറോന്റെ തളിർത്ത വടിയും 10 കൽപ്പന എഴുതിയ 2 കൽപ്പലകകളും ഈ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു. വ്യവസ്ഥ പാലിച്ച പെട്ടകത്തിൽ ദൈവത്തിന്റെ തേജസ് അഥവാ ഇസ്രയേലിന്റെ ദൈവം പെട്ടകത്തിൽ ഇറങ്ങി വസിച്ചപ്പോൾ, യോർദാനിലേക്ക് പെട്ടകം ഇറങ്ങിച്ചെന്നപ്പോൾ പെട്ടകത്തിൽ വസിച്ച ഇസ്രയേലിന്റെ ദൈവത്തെ കണ്ട യോർദാൻ അലറി പിന്മാറുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മുൻപിൽ ചലിക്കുവാൻ കഴിയുന്ന ഒരു യോർദാന്യ ശക്തിയും ഇല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുകയാ. ആരാണ് പുതിയ നിയമത്തിലെ പെട്ടകം? നാം ഓരോരുത്തരുമാണ്. ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ പെട്ടകമായി, ദൈവത്തിന്റെ ആലയമായി നിനക്ക് മാറുവാൻ കഴിയണമെങ്കിൽ ദൈവവചനം അനുശാസിക്കുന്ന വ്യവസ്ഥ നീ പാലിച്ചിരിക്കണം. ദൈവത്തിന്റെ വ്യവസ്ഥ പെട്ടകത്തിൽ പാലിച്ചപ്പോൾ ഇസ്രയേലിന്റെ ദൈവം ആ പെട്ടകത്തിൽ ഇറങ്ങി വസിച്ചപ്പോൾ അതിന്റെ മുൻപിൽ യോർദാന് ചലിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തോട് ദൈവാത്മാവിൽ ദൂത് പറയുകയാണ്, വചനമാകുന്ന വ്യവസ്ഥ നിനക്ക് പാലിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വസിക്കുമ്പോൾ നീ ദൈവത്തിന്റെ ആലയമായി മാറുകയാണ്. അങ്ങനെ വസിക്കുന്ന, അങ്ങനെ വിശുദ്ധികാസ് സൂക്ഷിക്കുന്ന, വചനത്തിന്റെ നിയമം പാലിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ നിന്നോട് ദൈവാത്മാവിന് പറയുവാനുള്ള ഒരു ദൂതുണ്ട്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഒരു വാധയും നിങ്ങളുടെ കൂടാരമല്ല നിന്റെ കൂടാരത്തോടടുത്തു വരികയില്ല. പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട്. വചന വ്യവസ്ഥ പാലിക്കുന്ന നീയാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, അത് നിന്റെ കൂടാരത്തോടടുത്തു വരികയില്ല, നിനക്കവയെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് ദൈവാത്മാവ് ദൂതായിട്ട് പറയുകയാ. രക്തത്താൽ ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ശക്തിയുടെ പ്രത്യേകത നിന്റെ നന്മകളെ അപകരിച്ചു കളയുന്ന ശക്തിയാണ്. അതാണ് മിഥ്യാന്യ ശക്തി. തിരുവെഴുത്ത് പറയുന്നു, ഇസ്രയേൽ വിതച്ചു, എന്നാൽ കൊയ്യുന്നത് മിഥ്യാന്യരാണ്. മിഥ്യാന്യരും കിഴക്ക് ദേശക്കാരും അമാലേക്കരും അപകരിച്ചു എന്നാണ് വായിക്കുന്നത്. ആരാണ് മിഥ്യാൻ? അബ്രഹാമിന്റെ ഭാര്യയായ കെതൂറയിൽ ജനിച്ച മിഥ്യാന്റെ സന്താന പരമ്പരയാണ് മിഥ്യാൻ. അവരിൽ വ്യാപരിക്കുന്ന ജാതീയ ശക്തിയാണ് മിശ്രം അഥവാ മിഥ്യാന്യ ശക്തി. മിഥ്യാന്യ ശക്തിയുടെ പ്രത്യേകത ഇതാണ്: നീ വിതയ്ക്കുന്നു, നീ അധ്വാനിക്കുന്നു, പക്ഷേ കൊയ്യുന്നത് മിഥ്യാന്യ ശക്തിയാണ്. ഇന്ന് പകൽ ഓർക്കുക, നീ അധ്വാനിക്കുന്നുണ്ട്,
പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, പത്രോസ് പറഞ്ഞു, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഒന്നും കിട്ടിയില്ല. കാരണം കൊയ്യുന്നത് മിദ്യാന്യ ശക്തിയാണ്. എന്താണ് കാരണം? അങ്ങനെയുള്ള മിദ്യാന്യ ശക്തിയിൽ ജയം പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ധാന്യം മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിപ്പാൻ. തിരുവെഴുത്ത് എങ്ങനെയാണ് പറയുന്നത്? അവൻ ഗിദെയോൻ മുന്തിരി ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിച്ചുവെന്നാണ്. എന്താണ് മുന്തിരിച്ചക്ക്? മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് സഭയ്ക്ക് നിഴലാണ്. മുന്തിരിച്ചക്ക് എന്ന് പറയുന്നത് കാൽവരി ക്രൂശിന് നിഴലാണ്. ഗോതമ്പ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് നിഴലാണ്. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ഇന്ന് പകൽ ഓർക്കുക, നിന്റെ നന്മകളെ അപകരിച്ചു പോകുന്ന മിദ്യാന്യ ശക്തിയിൽ നിനക്ക് വിജയം പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നിനക്ക് ക്രൂശിനോടടുത്ത് മുഴങ്കാൽ മടക്കുവാനിടയായി തീരണം. നിനക്ക് ക്രൂശിനോടടുത്ത് ദൈവമുഖം അന്വേഷിപ്പാൻ കഴിയുമ്പോഴാണ് നിന്റെ നന്മകളെ അപകരിച്ചു കൊണ്ടുപോകുന്ന മിഥ്യാന്യ ശക്തിയിൽ നിന്ന് നിനക്ക് ജയം പ്രാപിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 2 വർഷം ഒരു നേരം കഴിച്ചുകൊണ്ട് ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇവിടെ ഇരിക്കുന്ന മിനിസഗോരിക്കൊക്കെ എന്നെ നന്നായിട്ടറിയാം. ഞാൻ ഈ പ്രസംഗത്തെക്കാൾ ഉപരി, ആലോചനകൾ പറയുന്നതിനേക്കാളെല്ലാം ഉപരി എനിക്ക് പേഴ്സണൽ പ്രയറിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ദാനിയേലിനെ ദൈവം വിളിച്ചിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായ ദാനിയേലിനെ ദൈവം വിളിച്ചിരിക്കുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാണ്. ആ പേര് കേൾക്കാനാണ് ദൈവം എന്നെ ഏറ്റവും പ്രിയ പുരുഷനായി കാണുവാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു വരട്ടെ. ദാനിയേൽ 4 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ദാനിയേൽ നെബൂഖദ്നേസറിന്റെയും ബെൽശസ്സറിന്റെയും ഹോരേഷിന്റെയും ദരിയാവേശിന്റെയും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. സിംഹക്കൂട്ടിൽ ദാനിയേൽ പോയിട്ടുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്, ഈ 4 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലും ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്നാണ്. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ക്രൂശിനോട് അടുത്ത് ചെല്ലുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവാത്മാവിന് നിന്നോട് പറയുവാനൊരു ദൂതുണ്ട്. ജീവിതത്തിന്റെ ഏത് ഉയർച്ച താഴ്ചകളിലൂടെ നീ കടന്നു പോയാലും, സിംഹക്കൂടിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും, സിംഹങ്ങൾക്ക് നിനക്ക് കേടുവരുത്തുവാൻ കഴിയാതെ ഏതു മേഖലയിലും നീ ശുഭപ്പെട്ടിരിക്കുമെന്ന് ദൈവാത്മാവ് ദൂതായിട്ട് പറയുകയാണ്. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് 91 കാലഘട്ടത്തിൽ ഉപവാസ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്നാലും ഫീൽ ചെയ്യുന്നത്, കേട്ടോ പാസ്റ്റേ, മഹോദ്രവകാലം കണക്കാണ്. എങ്ങനെയെങ്കിലും കോളേജിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി നീന്തിക്കും. പക്ഷെ അവർ വിടത്തില്ല. 3 ദിവസം കർശനമായിട്ട്, ലാസ്റ്റ് 3 പാസ്റ്റർക്ക് അറിയാം, കോളേജ് പഠിപ്പിച്ചിട്ടുള്ള 3 ദിവസം ഉപവാസം. നമ്മൾക്കതങ്ങ് കഴിഞ്ഞു കിട്ടാൻ എന്ത് പാടായിരുന്നു അറിയാമോ? ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഉപവസിക്കാതെ മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്, ജാമാകുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഉപവാസം പഠിച്ചത്. ഞാൻ പറയട്ടെ, 21 എന്ന് പറയുന്നത് 21 ദിവസം ഞാൻ 3 പ്രാവശ്യം വർഷത്തിൽ ഉപവസിക്കുമായിരുന്നു. അത് വൈകുന്നേരം കഴിച്ചുകൊണ്ടല്ല, വെള്ളമോ അഥവാ കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഉപവസിക്കായിരുന്നു. നേരം പാൽ ഉപയോഗിക്കില്ല. പാൽ ഉപയോഗിച്ചാൽ വയറിൽ ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടാകും, ഗ്യാസ്. അതുകൊണ്ട് പാൽ ഉപയോഗിക്കാതെ കട്ടൻ ചായ കുടിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങൾ ഞാൻ ഒരു നേരം കഴിച്ചോണ്ട് ഉപവാസമായിരുന്നു. 2 വർഷം. ഞാൻ ഇതിനേക്കാളൊക്കെ തടിയുള്ള ആളായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഈ കഴിഞ്ഞ ജനുവരി മാസം മോളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഭാര്യയും മോളും കൂടെ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ പോയാൽ പറ്റില്ല, കൊതുകിന് തടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതിങ്ങനെ വേച്ച് പോകുന്നത് പോലെ അനുഭവമായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞത് അതിനുശേഷമാണ് ഞാനിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. ഈ UK വന്നതിന് ശേഷം കവിളിനൊക്കെ ഒരു ഇച്ചിരി ഒരു ഇതൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, വയറൊക്കെ സ്വല്പം ചാടി. ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇപ്പോൾ ടൈറ്റായി നിൽക്കാൻ കാരണം അതാ. ഞാൻ പറഞ്ഞതൊക്കെ ലൂസായിട്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് വീണ്ടും ഫാസ്റ്റിംഗ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് ടേസ്റ്റ് ആൻഡ് സീ എന്നാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. ഭരണിയിൽ കിടക്കുന്ന മിഠായി, ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പറയുകയാണ്, ഇത് H2O ആണ്, 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണെന്ന് പറഞ്ഞ് ദാഹിച്ചിരിക്കുന്നവനോട് എത്ര ഗ്ലാസ് എടുത്താലും എത്ര പഠിപ്പിച്ചാലും അവന് ദാഹം തീരത്തില്ല, അവൻ കുടിച്ചാലേ മാറുകയുള്ളൂ. അതുകൊണ്ട് ഉപവാസമെന്ന് കേൾക്കുമ്പോൾ ഒളിച്ചോടുന്ന യൗവനക്കാരനോട്, യൂത്തിനോട് എനിക്ക് പറയുവാനുള്ള, ന്യൂജന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, നിന്റെ ജീവിതത്തിൽ ഒരു യോർദാന്റെ വൻകാടുണ്ടെന്ന് ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുകയാ. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, കാലാളുകളോട് കൂടെ ഓടി
നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാന ദേശത്ത് നീ നിർഭയനായി വസിക്കുന്നു. അഥവാ നീ വീണു പോയാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? എന്താണ് യോർദാന്റെ വൻകാടിന്റെ പ്രത്യേകത? യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു 50:44 ഇങ്ങനെ പറയുന്നു, യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന പോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചിൽ പുറങ്ങളിലേക്ക് കടന്നു വരുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മയും യേശു നിനക്ക് നൽകുന്ന മേച്ചിൽപ്പുറമാണ്. യേശുവാണ് യഥാർത്ഥ ഇടയൻ. നീ അവൻ്റെ കൈക്കീഴിലെ ആടുകളാണ്. അവൻ നിനക്ക് പച്ചയായ പുൽപ്പുറങ്ങൾ നിനക്ക് നൽകുമ്പോൾ അതിൽ ദൃഷ്ടി വെച്ച് അതിനെ തകർത്ത് കളയുവാൻ യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന പോലെ 24 മണിക്കൂറും അതിന്മേൽ ദൃഷ്ടി വെക്കുന്ന അന്ധകാര ശക്തിയുള്ള ഒരു ലോകത്തിലാണ് നീ നിൽക്കുന്നത്. യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം കയറി വരുന്നുവെന്നല്ല, സിംഹം എന്ന പോലെ പത്രോസിന്റെ ലേഖനം പറയുന്നു, സാത്താൻ താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് 24 മണിക്കൂറും ചുറ്റി നടക്കുമ്പോൾ നിനക്കുള്ള നന്മകളിന്മേൽ യോബിനും അവനുള്ളതിന്മേൽ വേലി കെട്ടിയതുപോലെ നിന്റെ ജീവിതത്തിൽ ആ വേലി ഉണ്ടായിരിക്കണമെങ്കിൽ നീ ഉപവസിക്കുന്ന വ്യക്തിയായിരിക്കണം, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം, നീ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പാലിക്കുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുന്നു. അല്ലെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ മുൻപും പിൻപും അടച്ചവന്റെ കരം നിന്റെ മേൽ ഭാരമായി വരുന്ന ദിവസം ഉണ്ടാകുമെന്ന് ആത്മാവിൽ ദൂതായിട്ട് വിളിച്ചു പറയുകയാണ്. അതാണ് ആ ശക്തിയുടെ പ്രത്യേകത. അവിടെ നമ്മൾ വായിക്കുന്നു, മിദ്യാന്യ ശക്തിയുടെ കരങ്ങളിൽ പെടാതിരിപ്പാൻ ആ ഗിദയോൻ മുന്തിരി ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിച്ചു. അങ്ങനെ ഗോതമ്പ് മെതിച്ചു കൊണ്ടിരുന്ന ഗിദയോനെ അഥവാ ദൂതൻ നോക്കിയിട്ട്, കരുവേലകത്തിൻ കീഴിൽ നിന്ന ദൂതൻ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം വിളിക്കുന്ന പേരാണ് പരാക്രമശാലി. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ഉപവസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നോട് കൂടെയുണ്ട്. അടുത്ത് നമ്മൾ വായിക്കുന്നു, ദൈവം അവരെ നോക്കി, ദൈവത്തിന്റെ നോട്ടത്തിൽ അവൻ ചാർജായി. ദൈവാത്മാവ് പറഞ്ഞു, ഈ ബലത്തോടെ പോകുക. പ്രാർത്ഥിക്കുന്നവനെ ആരും കണ്ടില്ലെങ്കിലും നീ രഹസ്യത്തിലുള്ള പ്രാർത്ഥന, നിന്റെ പ്രാർത്ഥന കാണുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറയുകയാ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു ഭവനത്തിൽ ഉണ്ടെങ്കിൽ ആ ഭവനം തകരുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. 2 നീതിമാന്മാരുണ്ടെങ്കിൽ, തിരുവെഴുത്ത് പറഞ്ഞു 10 നീതിമാന്മാരുണ്ടെങ്കിൽ 2 പട്ടണങ്ങളെ നശിപ്പിക്കുകയില്ല എന്ന് തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ, നീ ഒരു നീതിമാനാണെങ്കിൽ നിന്റെ ഭവനം തകരുവാൻ ദൈവം അനുവദിക്കുകയില്ല. സഭയോടുള്ള ബന്ധത്തിൽ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ സഭയെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയുകയില്ല എന്ന് ദൈവാത്മാവ് ദൂതായിട്ട് പറയുകയാണ്. രക്തത്താൽ ജയമെടുക്കുകയാണ്. മറ്റൊരു ജാതീയ ശക്തിയാണ് കനാന്യ ശക്തി. കനാന്യ ശക്തിയുടെ പ്രത്യേകത ഇതാണ്, ദൈവജനത്തെ ഞെരുക്കുന്ന ശക്തിയാണ്. തിരുവെഴുത്ത് പറയുന്നു, 20 സംവത്സരം 900 ഇരുമ്പ് രഥങ്ങളുള്ള സീസേരയുടെ നേതൃത്വത്തിൽ ആ കനാന്യ ശക്തി ഇസ്രായേൽ ജനത്തെ ഞെരക്കി എന്നാണ് വായിക്കുന്നത്, ഞെരുക്കി. എന്നാൽ അതിന്മേൽ ജയമെടുക്കുവാൻ ദൈവം ഉപയോഗിച്ചത് 2 സ്ത്രീകളെയാണ്. ആത്മനിയോഗത്താൽ ഉപയോഗിക്കപ്പെട്ട 2 സ്ത്രീകളായിരുന്നു. സ്ത്രീകൾ ബലഹീനപാത്രമായിരുന്നു, എന്നാൽ അവരെ ദൈവം ഉപയോഗിച്ചു. മുന്തിരി അഥവാ ഈന്തപ്പനയുടെ കീഴിൽ നിന്ന ദെബോരയെയും കൂടാരവാസിനിയായിരുന്ന യായേലിനെയും ആത്മനിയോഗത്തോടെ 900 ഇരുമ്പ് രഥങ്ങളുള്ള സീസേരയുടെ ചെന്നികളെ തകർക്കുവാൻ അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ജനം ദൈവാത്മാവിന് വിധേയപ്പെടുവാൻ തയ്യാറായാൽ ദൈവജനത്തെ ഞെരുക്കുന്ന, ഇന്ന് പകൽ നിന്നെ ഞെരുക്കുന്ന അന്ധകാര ശക്തിയിൽ നിന്ന് നിനക്ക് വിജയം പ്രാപിക്കുവാൻ കഴിയുമെന്ന് ദൈവാത്മാവ് വചനത്തിലൂടെ ദൂതായിട്ടു പറയുകയാണ്. തുടർന്നൊരു വാക്യം നമുക്ക് വായിക്കാം, എഴുതാം. മോൾ ഇതിനകത്ത് ഇട്ടാട്ടെ. 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വേദഭാഗം. നമ്മൾ ആരാധനയിലേക്ക് കടന്നു വരികയാണ്. ആരാധനയെ തകർക്കുന്ന, തടയുന്ന ശക്തി. മോളെ 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആ വായിച്ച കറക്റ്റാണ് സിസ്റ്റർ, വായിച്ചോ?
മതി. അത് വായിച്ചത് കറക്റ്റാണ്, ഇട്ടിരിക്കുന്നത് കറക്റ്റ് അല്ല. 2:11 ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു നിർത്തിയെടുത്തേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. ആരാധനയെ തടയുന്ന ശക്തിയാണ് ഏത്? സാജ ഏതാ? സാത്താന്റെ തന്ത്രമല്ല, മിശ്രമ്യ ശക്തി. നമ്മൾ ഇനി തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്, ഇവിടെ നമ്മൾ വായിച്ചു കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് 5 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് പാസ്റ്ററിനോട് പറഞ്ഞ സമയത്തിനെ കറക്റ്റായിട്ട് നിർത്തും. ഇനി നിങ്ങളാരും വാച്ച നോക്കരുത്. വാച്ച നോക്കിയാൽ ഞാൻ ഡിമ്മായി പോകും. അതുകൊണ്ടാണ്, എനിക്കൊരു വാച്ചുണ്ട്, ഞാനത് നോക്കിക്കോളാം. കറക്റ്റ് എനിക്ക് വാച്ച് കാണുകയും ചെയ്യാം. കറക്റ്റ് സമയമാണ്. പാസ്റ്റർ വന്ന സമയത്ത് നിർത്തും. കർത്താവിന് മേശയുണ്ട്. എല്ലാം പരിജ്ഞാനത്തോടെയാണ് ചെയ്യുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് നിർത്താൻ പോവുക. ഈ വചനം പറയുമ്പോൾ ചിലർക്കൊക്കെ എന്നോട് പ്രയാസം തോന്നാൻ കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്നോട് പ്രയാസം തോന്നിയാൽ മാത്രമേ ഈ ദൂത് വലിക്കത്തുള്ളൂ. സ്വത്രം കുത്തുകൊള്ളണം പ്രസംഗിക്കുമ്പോൾ. എങ്കിൽ മാത്രമേ പത്രോസ് പ്രസംഗിച്ചു കുത്തുകൊണ്ടു 3000 പേര് സ്നാനപ്പെട്ടു എന്നാ. സ്വത്രം കുത്തുകൊള്ളുന്നില്ലെങ്കിൽ സ്നാനപ്പെടാൻ പറ്റില്ല. ചെത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? വീണ്ടും അത് വളരത്തില്ല, ഫലം കായ്ക്കത്തില്ല. കത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? നാവ് തുറക്കത്തില്ല. തിരുവഴുത്ത് പറയുന്ന യിരെമ്യാവ് പറയാണ്, ഈ വചനം എൻ്റെ അസ്ഥികളിൽ അടക്കം ചെയ്തിട്ട് തീ കത്തുന്നത് പോലെയായപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചുവെന്നാണ്. നിങ്ങളാരും സ്വത്രം പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ ഞാൻ പറയുന്നില്ല. ഒച്ചയിൽ സ്വത്രം പറയാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും കത്തിക്കൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. അത് ആത്മാവിൽ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അപ്പോൾ സാത്താൻ നമ്മെ തോൽപ്പിക്കും. കാരണം എന്താ? ദൈവത്തെ ആരാധിക്കുന്നത് ആർക്കിഷ്ടമല്ല? സാത്താൻ ഇഷ്ടമല്ല. ഒരേ ഒരു ഡിമാൻഡാണ് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്. ഈ ഭൂമിയിലുള്ള സകല, ഒരു മലയുടെ മുകളിൽ കൊണ്ടിട്ട് പറഞ്ഞു, ഭൂമിയിലുള്ള സകല പട്ടണങ്ങളെയും കാണിച്ചിട്ട് പറഞ്ഞു, വീണ് നീ എന്നെ ഒന്ന് ജസ്റ്റ് നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. അങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞു. നിങ്ങളുടെയും ചോദിക്കുക, ആ മല ഏതാണെന്ന്? ഭൂമിയിലെ സകല പട്ടണങ്ങളെയും കാണാൻ കഴിയുന്ന മല ആർക്ക് പറയാം? കേട്ടല്ലേ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു മല ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ സംഭവിച്ചു? അത് യേശുവിൻ്റെ ഹൃദയത്തിൽ സാത്താൻ ഉളവാക്കിയ പ്രലോഭനമാണ്. ആദാം പരാജയപ്പെട്ട സ്ഥാനത്ത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഒടുക്കത്തെ ആദാമാകുന്ന യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഈ 3 പ്രലോഭനവും, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 പ്രലോഭനവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. 5 പുസ്തകം, പഞ്ചഗ്രന്ഥം, ഈ സാത്താനെ ജയിക്കാൻ 5 പുസ്തകത്തിലെ 1 പുസ്തകത്തിലെ കല്ല് വചനമാണ് എടുത്തത്. ദാവീദ് 5 കല്ലുകൾ എടുത്തു, പക്ഷെ 1 കല്ലേ എടുത്തുള്ളൂ ഗോലിയാത്തിനെ ജയിക്കാൻ. ഇന്ന് പകൽ ഓർക്കുക, പൽസിക്കുന്നു ശാസിക്കുന്നു എന്നല്ല യേശു പറഞ്ഞത്. അങ്ങനെയാണ് പാസ്റ്റർ പറഞ്ഞേ. ചിലർ പറഞ്ഞേക്കാം പൽസിക്കുന്നു ശാസിക്കുന്നു പറഞ്ഞാൽ സാത്താൻ പോകുമെന്നാ. പോകത്തില്ല. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പോസ്റ്റ് കാലം എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ സാത്താൻ ചിരിക്കും. നെല്ലും ചാക്കകത്തിരിക്കുക, വീടിൻ്റെ കതക് തുറന്നിട്ടിരിക്കുക. കോഴി കയറി വരുമ്പോൾ പൽസിക്കുന്നു ശാസിക്കുന്നു പറഞ്ഞിട്ട് ഇറക്കി വിട്ട കോഴി കയറി വരായിരിക്കും. നീ എത്ര പ്രാവശ്യം കോഴീനെ ഇറക്കി വിട്ടാൽ ഇത് കയറി വരും. കാരണം എന്താണെന്നറിയാമോ? കതക് തുറന്നിരിക്കുന്നു, നെല്ലും ചാക്കകത്തിരിക്കുന്നു. സാത്താൻ ഉള്ളത് നിന്റെ ഭവനത്തിലും നിന്റെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ നീ എത്ര പൽസിച്ചാലും ശാസിച്ചാലും സാത്താന് നാണമുള്ള ആളല്ല. പുള്ളി പറയും, എനിക്കുള്ളത് നിന്റെ ഉള്ളിലുണ്ടെന്ന് പറയും, നിന്റെ കയ്യിലുണ്ടെന്ന് പറയും, നിന്റെ അടുക്കലുണ്ടെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കാതിരിക്കുവാൻ വചനത്തിന്റെ വ്യവസ്ഥ പാലിച്ചിരിക്കണം. വചനത്തിന്റെ വ്യവസ്ഥ. സാത്താനോട് നമ്മൾ പോരാടുന്നത് എങ്ങനെയാണെന്നറിയാമോ? വചനമാകുന്ന വാളുകൊണ്ടാണ്. വചനമാകുന്ന വാള് നമ്മളിൽ ഇല്ലെങ്കിൽ, കയ്യിലില്ലെങ്കിൽ ഒരിക്കലും ഈ പോർക്കളത്തിൽ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12 പറയുന്നത്, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ദൈവവചനം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഒരു ദൈവജനന് സാത്താനെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കും. അവൻ തന്ത്രപരമായിട്ടാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. യേശുവിൻ്റെ അടുത്ത് അങ്ങനെയെന്നാ പറഞ്ഞേ. എന്താ പറഞ്ഞറിയാമോ? നീ 40 ദിവസം ഉപവസിച്ചില്ലേ? ഒരു ഭാര്യ പറയുന്നതൊക്കെ സ്നേഹമായിട്ട്. വിശക്കുന്നില്ലേ? ഈ കല്ലുകളോട് അപ്പമായി തീരെ. കേൾക്കുമ്പോൾ നമ്മളവർക്ക് എന്ത് സ്നേഹ സാത്താനെന്ന്. കർത്താവ് എന്നാ പറഞ്ഞേ? എന്തായാലും നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലോ എന്നാണോ യേശു പറഞ്ഞേ? അല്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. കാരണം യേശു വചനമാണ് പറഞ്ഞത്. ആവർത്തന പുസ്തകത്തിലെ വചനമാണ് പറഞ്ഞത്.
വീണ് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ നീ വേറെ ആരെ എന്ത് ചെയ്യരുത്? ആരാധിക്കരുത്. അടുത്തത് പറഞ്ഞത് മേളിൽ താഴേക്കാണ് ദൂതന്മാർ വഹിക്കുന്ന. എന്നെ ദൈവം പറഞ്ഞേ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന. ഇതെല്ലാം ആവർത്തന പുസ്തകത്തിലെ കല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, സാത്താനോട് എതിർക്കുവാൻ കഴിയണമെങ്കിൽ ദൈവവചനം നിന്നിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, സാത്താന്റെ മിശ്രമീയ ശക്തി ഉപയോഗിച്ച 5 തന്ത്രം. ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞപ്പോൾ സാത്താൻ അഥവാ പറവോനിൽ വ്യാപരിച്ച അന്ധകാര ശക്തി ഒന്നാമത് പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിൽ ആരാധിച്ചു കൊള്ളുക. എന്താ പറഞ്ഞത്? മിസ്രൈമിൽ ആരാധിച്ചു കൊള്ളുക, പ്രശ്നമില്ലെന്നാ പറഞ്ഞേ. നമുക്ക് വായിക്കാം. 8 വായിക്കണമെന്നില്ല, ഇവിടെ ഡിസ്പ്ലേ കാണിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്രൈമിൽ ആരാധിക്കുക. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മിസ്രൈം എന്ന് പറയുന്നത് ഈ ലോകത്തെയാണ് കാണിക്കുന്നത്. നീ പാപത്തോട് വേർപെടാതെ, ലോകത്തോട് വേർപെടാതെ, നീ പാപത്തിൽ ഇഴുകി നീ ജീവിച്ചോ ആരാധിച്ചോ, സാത്താൻ ഒരു വിഷയവും ഇല്ല. കാരണം എന്താ? ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പൊ മിസ്രൈമിൽ പാപത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവനോടുകൂടെ ദൈവം കാണത്തില്ല. ഇത് സാത്താൻ അറിയാം. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിൽ ദൈവത്തെ ആരാധിക്കുക. സംഖ്യാപുസ്തകം 23:9 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല? എണ്ണപ്പെടുന്നില്ല. അപ്പൊ ദൈവജനം എങ്ങനെയുള്ളവരാണ്? തനിച്ചു പാർക്കുന്ന ജനമാണ്, വേർപാട് അനുസരിക്കുന്ന ജനമാണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. ഇനി സാത്താൻ പറയും, അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്, കൊച്ചോടുന്നു, ഇതൊക്കെ പറയും. വളരെ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ഇരിക്കുന്നവരോട്, അശ്രദ്ധമായിരിക്കുന്നവരോട് ഞാൻ ചോദിക്കും. ചോദ്യം എൻ്റെ ഇടയ്ക്കുണ്ട്, ചോദിക്കാതിരിക്കണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോളുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ഇതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുന്നത് വേർപാടിലാണ്. വേർപാടിലാണ് പെന്തക്കോസ്തിന്റെ ശക്തി. തിരുവെഴുത്ത് പറയുന്നു, അവർ തനിച്ചു പാർക്കുന്ന ജനമായപ്പോൾ അവരുടെ ശക്തിയെ കുറിച്ച് പറയുന്നത് ഇതാണ്, രാജാവ് അവരുടെ മധ്യേയുണ്ട്, രാജകോലാഹലം അവരുടെ ഇടയിലുണ്ട്. അതിന്റെ ശരിയായ പരിഭാഷ ഇങ്ങനെയാണ്, യഹൂദ ഗോത്രത്തിലെ സിംഹം അവരുടെ മധ്യേയുണ്ട്, സിംഹഗർജനം അവരുടെ ഇടയിലുണ്ട്. മൃഗങ്ങളുടെ രാജാവായ സിംഹം കാട്ടിൽ അലറിയാൽ പിന്നെ ഒരു മൃഗങ്ങളും നേരെ നിൽക്കത്തില്ല, ശബ്ദമുണ്ടാക്കത്തില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹം ഇസ്രായേൽ ദൈവത്തിന്റെ ജനം വേർപാട് അനുസരിച്ച് ജീവിച്ചപ്പോൾ അവരുടെ മധ്യേ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം അവരുടെ മധ്യേ വസിച്ചപ്പോൾ അവരെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നത്, കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ടായിരുന്നു. എന്താണ് കാട്ടുപോത്തിന്റെ ബലം? ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്, കാട്ടുപോത്തിന്റെ പ്രത്യേകത അതിന്റെ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന്റെ കൊമ്പിലാണ്. കാട്ടുപോത്ത് ആരോഗ്യമുള്ള വളർച്ചയുള്ള ഒരു കാട്ടുപോത്തിന്റെ മുൻപിൽ കാട്ടാനെ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. സിംഹം രാജാവാണ്, പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. കാരണം കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്ക് അത്രമാത്രം ശക്തിയാണ്. കാട്ടുപോത്തിന്റെ കൊമ്പുകളുടെ ഇടയിൽപ്പെടുന്ന ഒരു ഇര വിടിവിക്കപ്പെടുന്നത് അസാധ്യമാണ്. എന്നാൽ 22-ാം സങ്കീർത്തനത്തിലെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഞാൻ നിനക്ക് ഉത്തരമരുളും. ഒരിക്കലും വിടിവിക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്ന കാട്ടുപോത്തിന്റെ കൊമ്പുകളുടെ ഇടയിൽ നീ പെട്ടൊരു ഇരയായി തീർന്നാലും അവിടെ നിന്ന് നിന്നെ വിടിവിക്കുവാൻ ഇന്ന് പകൽ നീ സേവിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണെന്ന് ആത്മാവ് വചനത്തിലൂടെ ദൂതായിട്ട് പറയുകയാ. രക്തത്താൽ ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇസ്രായേൽ വേർപാട് അനുസരിച്ചപ്പോൾ അവരുടെ ബലം കാട്ടുപോത്തിന് തുല്യമായ ആത്മീക ബലം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടായിരുന്ന ആ ജനത്തിന് ആഭിചാരം യാക്കോബിനും ലക്ഷണവിദ്യ ഇസ്രായേലിനും ഫലിക്കുകയില്ല എന്ന് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നീ തനിച്ചു പാർക്കുന്ന ജനമാണോ? ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആത്മീക ബലം കാട്ടുപോത്തിന് തുല്യമായ ബലമാണ്. നിന്റെ നേരെ നിൽക്കുവാൻ ഈ ലോകത്തിലെ ഒരന്ധകാര ശക്തിക്കും കഴിയുകയില്ല. ആഭിചാരം നിനക്ക് അഥവാ ലക്ഷണവിദ്യ നിനക്ക് ഫലിക്കുകയില്ല എന്ന് വചനത്തിലൂടെ ദൈവാത്മാവ് ദൂതായിട്ട് പറയുകയാണ്. ഇത് മനസ്സിലാക്കിയ ബിലയാം ബാരാക്കിനോട് പറഞ്ഞു,
ഇവർക്ക് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. കാരണം ഇവർ വേർപാടനുസരിച്ച് ജീവിക്കുക. ഇസ്രയേലിന്റെ യഹൂദ ഗോത്രത്തിലെ സിംഹം ഇവരുടെ കൂടെയുണ്ട്. അവരെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അന്ധകാര ശക്തിക്കും കഴിയുകയില്ല. ആ വിചാരമോ ലക്ഷണവിദ്യയോ ഇവർക്ക് ഫലിക്കുകയില്ല. എന്നാൽ ഇവരെ തകർക്കുവാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത് വേർപാട് നഷ്ടപ്പെടുത്തത്തക്കവണ്ണം 25-ാം അധ്യായം സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ വായിക്കുമ്പോൾ, ജനം ശീതീമിൽ പാർക്കുമ്പോൾ ദൈവജനം വിഗ്രഹാർപ്പിതം തിന്നുവാനും അവിടുത്തെ സ്ത്രീകളുമായി, മൊബാബ്യ സ്ത്രീകളുമായി പാപം ചെയ്യുവാനും ബിലയാം ഇടർച്ച വെച്ചു. അവിടെ വായിക്കുന്നത് അവർ മിദ്യാന്യ സ്ത്രീകളുമായി എന്ത് ചെയ്തു? പരസംഗം ചെയ്തു. അവർ വിഗ്രഹാർപ്പിതം ചെയ്തു. ദൈവം, ഇസ്രയേലിന്റെ ദൈവം, യഹൂദ ഗോത്രത്തിലെ സിംഹം അവരുടെ ഇടയിൽ നിന്ന് പോയി. തിരുവെഴുത്ത് പറയുന്നു, ദൈവം അവർക്ക് പ്രതികൂലമായി മാറി. ആരും തകർക്കാതെ അവർ തകർക്കപ്പെട്ടു. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വേർപാടിന്റെ ശക്തിയാണ് പെന്തക്കോസിന്റെ ശക്തി. നീ വേർപാട് നഷ്ടപ്പെടുത്തിയാൽ നീ ശേഷം മനുഷ്യനെ പോലെയാകുമെന്ന് ആത്മാവ് ഇന്ന് പകൽ നിന്നോട് ദൂതായിട്ട് പറയുന്നു. ശിംശോനിൽ നിന്ന് ആത്മാവ് വിട്ടുപോയപ്പോൾ അവൻ ശേഷം മനുഷ്യനെ പോലെയായി. അഥവാ ശത്രുക്കൾ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവൻ അവർക്ക് അരിയാട്ടുന്നവനായി മാറി. ഇന്ന് പകൽ പറയട്ടെ, നിന്റെ ആത്മീക കണ്ണുകളെ കുത്തിപ്പൊട്ടിച്ചിട്ട് ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾക്ക്, ജാതീയ ശക്തികൾക്ക് നീ മാവരയ്ക്കുവാനല്ല സ്വർഗം നിന്നെ കണ്ടിരിക്കുന്നത്. നീ യഹൂദ ഗോത്രത്തിലെ സിംഹമായവനോട് ചേർന്ന് നിന്ന് കാട്ടുപോത്തിന്റെ തുല്യമായ ബലത്തോടെ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ ദൈവം നിന്നെ തനിച്ചു പാർക്കുന്ന ജനമായി ഈ ദേശത്ത് കണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുന്നു. നിങ്ങൾക്ക് പോകാം, പക്ഷെ അധിക ദൂരം പോകരുത്. ഇതാണ് പറഞ്ഞത്. പോകാം, പക്ഷെ അധിക ദൂരം പോകരുത്. എന്താണ് അതിന്റെ അർത്ഥം? അന്ന് പറഞ്ഞാൽ പൊക്കോ, പക്ഷെ ഒരു സമ്പൂർണ്ണ സമർപ്പണം പാടില്ല. എന്ത് പാടില്ല? ഒരു സമ്പൂർണ്ണ സമർപ്പണം പാടില്ല. അപ്പോൾ ഇന്ന് പകൽ എനിക്ക് പറയുവാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. വചനത്തിൽ നിന്ന് പറയാനുള്ളത്, പേഴ്സണലായിട്ടൊന്നും പറയാനില്ല. ഞാൻ ഈ കട്ടളപ്പൂവത്ത് താമസിക്കുമ്പോൾ അവിടെ ഒരമ്മച്ചി മലങ്കര സഭയിൽ കൂടിക്കൊണ്ടിരുന്നതാണ്. ഒരു പക്ഷേ മിനി സിസ്റ്റർക്ക് അറിയാമായിരിക്കാം. അവിടെ ഒരു മലങ്കര സഭയുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ ഞാൻ മിക്കവാറും പോകുന്ന എൻ്റെ ഒരു സ്നേഹിതരാണ് അവർ. അവരുടെ ഒരു മോള് ഇവിടെ ഈ മാഞ്ചസ്റ്ററിലുണ്ട്, ബോബൻ പാസ്റ്റർ സഭയിലുണ്ട്, ബിജി എന്ന പേര്. അപ്പോൾ അവിടുത്തെ അമ്മച്ചി അവിടെ ഓർണമെന്റ്സ് ഇട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിന് എന്ത് മലങ്കര സഭയിൽ കുഴപ്പമൊന്നുമില്ല. വേണ്ടവർക്ക് ഇടാം, വേണ്ടാത്തവർക്ക് ഇടണ്ട, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ അമ്മച്ചി ഒരു ദിവസം ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഓർണമെന്റ്സ് ഇടാൻ നടക്കുക. ഞാൻ എന്താ അമ്മച്ചി ഇത് ഊരി കളഞ്ഞ് ഇവിടെ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞത്, ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇതിടാതിരിക്കുന്നത് ഏറെ നല്ലത്. അപ്പോൾ ഏറെ നല്ലത് അതാണെന്ന് മനസ്സിലാക്കി ഞാൻ ഊരിക്കളഞ്ഞതാ. എന്ന് പറഞ്ഞാൽ ഇട്ടത് കൊണ്ട് കുഴപ്പമില്ല. നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നീ സ്വർണ്ണം ഇട്ടോ കയറണ്ടെന്ന് പറയത്തില്ല. സ്വർണം ഊരിയത് കൊണ്ടും സ്വർഗത്തിൽ പോകത്തില്ല. പക്ഷെ ഏറെ നല്ലതാണ് നീ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇടാതിരിക്കുന്നത് നല്ലത്. എബ്രായ ലേഖനം 11:16 ഇങ്ങനെ പറയുന്നു, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിന് പറയുമ്പോഴുള്ള ദൂത്, ദൈവം നിന്റെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്ന എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ അതിനെ വിട്ട് മടങ്ങി വരണമെന്ന് ഇന്ന് പകൽ ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുകയാ. രക്തത്താൽ ജയമെടുക്കുകയാണ്, ഒരു സമ്പൂർണ്ണ സമർപ്പണം. അവിടെ നമ്മൾ വായിക്കുന്നത്, യാഗപീഠം ഏലിയാവ് യാഗം കഴിക്കുന്നതിന് മുൻപ് പണിതു. എങ്ങനെയാ പണിതത്? യാഗപീഠം എങ്ങനെ പണിതെന്ന് എത്ര കല്ല് വെച്ചാ അറിയില്ല. ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ല് വചന വ്യവസ്ഥ പ്രകാരം ഏലിയാവ് പണിതിട്ട് അതിൽ യാഗം കഴിച്ചപ്പോൾ 2 പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, നിന്റെ പ്രാർത്ഥനയിൽ ദൈവം അംഗീകരിക്കണമെങ്കിൽ, നിന്റെ ആരാധനയെ ദൈവം അംഗീകരിക്കുന്നെങ്കിൽ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠ കല്ലുകൾ നീ വീണ്ടും പുതുക്കി പണിയണമെന്ന്, വചന വ്യവസ്ഥ പ്രകാരം ക്രമീകരിക്കണമെന്ന് ആത്മാവ് നിന്നോട് ദൂതായിട്ട് പറയുകയാ. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, യാഗമൃഗത്തെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കെന്ന് അറിയാമോ? ലേവ്യ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ പറയുന്നുണ്ട്.
അതിനെ തോലുരിക്കണം, ഖണ്ഡം ഖണ്ഡമായി നുറുക്കണം, കുടലും കാലും വെള്ളത്തിൽ കഴുകണം, തലയും മേധസ്സും അത് യാഗപീഠത്തെങ്കിൽ വെക്കണം. യാഗമൃഗത്തെ തോലുരിയണം എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യനെ രാഗമോഹങ്ങളോടെ ഉരിഞ്ഞു കളയണം. തിരുവെഴുത്ത് പറയുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക. ക്രൂശിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് കൈകാലുകൾ ആണികളാൽ തറയ്ക്കപ്പെട്ടവൻ എന്തെല്ലാം പ്രകോപനമുണ്ടായാലും ക്രൂശിൽ നിന്നിറങ്ങി വരുവാൻ കഴിയുകയില്ല. തിരുവെഴുത്ത് പറയുന്നു, രാഗമോഹങ്ങളുടെ ഉരിഞ്ഞു കളയണം. അടുത്തത് പറയുന്നു, അതിനെ ഖണ്ഡം ഖണ്ഡമായി മുറുക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ വേണം ആലയത്തിൽ വരുവാൻ. ഹൃദയം നുറുങ്ങിയവരുടെ ആ വ്യത മനസ്സിലാക്കി അവളുടെ മുഖം പിന്നെ വാടാതെ ഹന്നയുടെ മുഖത്തെ ആദരിച്ചവൻ ഇന്ന് പകലും കൂടെ വന്നിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. കുടലും കാലും വെള്ളത്തിൽ കഴുകണം. കുടലും വികാരങ്ങളെയും കാലും നടപ്പിനെയും കാണിക്കുകയാണ്, ജീവിതത്തെ കാണിക്കുന്നു. ഇത് ദൈവവചനമാകുന്ന വെള്ളത്താൽ നിനക്കാരാധന മധ്യേ കഴുകുവാനിടയാകണം. തലയും മേധസ്സും യാഗപീഠത്തെങ്കിൽ വെക്കണം. തല എന്ന് പറയുന്ന ചിന്തകളെ കാണിക്കുകയാണ്. മേധസ് എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവമാണ്. ഇത് മുഴുവൻ ദൈവത്തിന്റെ യാഗപീഠത്തെങ്കിൽ ദഹിക്കുന്നില്ലെങ്കിൽ ആ യാഗത്തിൽ സ്വർഗം പ്രസാദിക്കുകയില്ല. അതാണ് റോമാലേഖനം 12:1 പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിക്കുക. 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുത്, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുമുള്ള ദൂതതാണ് 2-ാമത്തെ കാര്യം. അടുത്ത 3-ാമത്തെ ചിന്ത നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഫറവോന്റെ ശക്തി പറയുകയാണ്, നിങ്ങൾക്ക് പോകാം. ആർക്ക് പോകാം? പുരുഷന്മാർക്ക് പോകാം, സ്ത്രീകളും കുട്ടികളും ഇവിടെ നിൽക്കട്ടെ. എന്താണ് സാത്താൻ അങ്ങനെ പറയാൻ കാരണം? അന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ദൈവവചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം പറഞ്ഞിരിക്കുന്നതാണ്, യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നോഹ പെട്ടകം തീർത്തത് ആർക്കു വേണ്ടി എന്നറിയാമോ? നോഹ പെട്ടകം ഉണ്ടാക്കിയത് ആർക്കു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? ഇസ്രായേൽ കുടുംബക്കാർക്ക് വേണ്ടിയോ? നാട്ടുകാർക്ക് വേണ്ടിയോ? ഞാൻ പറഞ്ഞേ, എബ്രായ ലേഖനം 11 എഴുതിയിട്ടുണ്ട്, നോഹ തനിക്കും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടി ഒരു പെട്ടകം തീർത്തു. അന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ നോഹയും കുടുംബവും ഉണ്ടായിരുന്നു. ഈ ലോകത്തിലെ മുഴുവൻ ആളുകളെയും നീ രക്ഷിക്കപ്പെടുത്തിയിട്ട് നിന്റെ തലമുറയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും പിന്മാറ്റത്തിൽ പോയാൽ, അവരെ പെട്ടകത്തിൽ ഇല്ലെങ്കിൽ നീ നേടിയത് വ്യർത്ഥമാണ്. ആദ്യം നിന്നോട് കണക്ക് ചോദിക്കുന്നത് നിന്റെ കുടുംബത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കുന്നല്ല, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് ഒരു സഹോദരി പറഞ്ഞു, എനിക്ക് ആ ജീവനുള്ള വെള്ളം തരണം. നീ പാത്രമായിട്ട് വരാനാണ് യേശു പറഞ്ഞേ. പിന്നെ എന്നാ പറഞ്ഞേ? നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാനാ പറഞ്ഞത്. സ്വത്രം. ഭർത്താവ് ഉഴപ്പി നടക്കുകയാണെങ്കിൽ നീ അവനെ വിളിച്ചോണ്ട് ആരാധനയ്ക്ക് വരണം. നീ കുടുംബമായി ദൈവത്തെ ആരാധിക്കണം. ഇതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. എന്നാൽ ആ വ്യവസ്ഥ തെറ്റിക്കുക എന്നുള്ളതാണ് സാത്താന്റെ വ്യവസ്ഥ. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി എന്ത് ചെയ്തോ? ആരാധിച്ചു. അവർ പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾക്ക് കുടുംബമായി ദൈവത്തെ ആരാധിക്കണം. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് 4-ാമത്തത്, അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ സ്ത്രീകളും കുട്ടികളും ഒക്കെയായി ഒരുമിച്ച് പോയി ദൈവത്തെ ആരാധിച്ചോ. എന്ത് ചെയ്യരുത്? നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോകരുത്. ആരാധനയ്ക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ല, സ്വോത്രകാശയും ദശാംശവും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അത് സാത്താന്റെ തന്ത്രമാണ്. എന്നാ കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യഹോവയെ നിന്റെ ധനം കൊണ്ടും ആദ്യ വിള കൊണ്ടും മാനിക്കുക. അങ്ങനെ നീ ചെയ്താൽ എന്നാ കുഴപ്പമെന്നറിയാമോ? നിന്റെ കളപ്പുര നിറയും. സാജ,
നിന്റെ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകും. അതാണ് കാര്യം. നിന്റെ കളപ്പുര നിറയുമെന്നും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകുമെന്നും സാത്താൻ അറിയാവുന്നത് കൊണ്ട് നീ യഹോവയെ നിന്റെ ധനം കൊണ്ട് മാനിക്കരുത്. പോയി ചുമ്മാ സ്തോത്രം പറഞ്ഞോ, ചുമ്മാ കൈയടിച്ചോ, ചുമ്മാ ബഹളം ഉണ്ടാക്കിയോ, ഒരു പ്രയോജനവും ഇല്ല. ഏലിയുടെ മക്കൾ കൈയടിച്ചണക്കേ ഉള്ളൂ. സ്തോത്രം. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ പാട്ട് പാടും, എന്നെയും എനിക്കുള്ള ശകലത്തെയും. അങ്ങനെയാണോ? പാടുമ്പോ തിരിച്ച, പക്ഷെ ചെയ്യുമ്പോ മറിച്ച. സ്തോത്രം. ഇന്ന് പകലോർക്കുക, അവിടെ പറയുന്നു, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ പാസ്റ്റർ സ്നേഹിക്കുന്നു. അങ്ങനെയാണോ? ദൈവം സ്നേഹിക്കുന്നു. അന്ന് പറഞ്ഞാൽ നീ കൊടുക്കുന്നത് പാസ്റ്റർക്കല്ല. ഒരേ ഒരു പ്രാവശ്യമേ യേശു തലപൊക്കി നോക്കിയിട്ടുള്ളൂ. ഒരേ ഒരു പ്രാവശ്യം. എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാമോ? എപ്പോഴാ സൗകര്യം അങ്ങോട്ടും കൂടെ നോക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? കൊച്ചിനെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? സ്തോത്രം. എപ്പോഴാണ് യേശു തലപൊക്കി നോക്കിയത്? ആലയത്തിൽ വെച്ച് യേശു തലപൊക്കി നോക്കി. എന്നാ സാജ പറ. സ്വോത്രകാഴ്ച ഇടുന്നത് നോക്കി. അങ്ങനെയാ. ധനവാന്മാർ ഭണ്ഡാരത്തിൽ പണമിടുന്നത് കണ്ടു. ഒരു വിധവ 2 ചില്ലിക്കാശിട്ടു. ഈ സ്വോത്രാഴ്ച ഇടുന്ന പുള്ളി നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും പാസ്റ്റർ കാണില്ല, അങ്ങനെ എന്തിക്കുന്നേ? വിശ്വാസി കാണില്ല, ആരും കാണാതെ കൊണ്ട് പതുങ്ങി കൊണ്ടുവന്നിട്ടൊരു ടക്കെന്ന് കേൾക്കുന്ന സാധനം കൊണ്ട് പതുക്കെ അങ്ങ് വെക്കും. പക്ഷെ അത് നോക്കുന്ന ഒരു സ്വർഗമുണ്ട്. അത് ദൈവം നോക്കൂന്ന്. സ്വത്രം. അതാണ് തിരുവഴുത്തിൽ പറയുന്നത്, എൻ്റെ നാമത്തിൽ നീ 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതിരിക്കയില്ല. നീ കൊടുക്കുമ്പോൾ അപ്പം തന്നെ രജിസ്റ്ററിൽ എഴുതി വെക്കുക. വേദപുസ്തകം വെളിപ്പാട് പുസ്തകം എന്നാ പറയുന്നത് അറിയാമോ? അവൻ പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. അങ്ങനെ പറയുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീ പൊയ്കി തള്ളിയിടും. അന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു സ്മരണയുടെ പുസ്തകമുണ്ട്. മലാക്കി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ കറുപ്പുടുക്കുന്നത് വ്യർത്ഥം, ഉപവസിക്കുന്നത് വ്യർത്ഥം. കറുപ്പുടുക്കാത്തവനും ഉപവസിക്കാത്തവൻ്റെ ഒക്കെ മക്കളുടെ കണ്ണു ഉന്തി മുഖമൊക്കെ ഇങ്ങനെ തുടിച്ച് അവരെല്ലാം UK കയറി പോകുന്നു, അവരെല്ലാം ഓസ്ട്രേലിയക്ക് പോകുന്നു, അവരെല്ലാം അമേരിക്കയ്ക്ക് പോകുന്നു. നമ്മുടെ മക്കൾക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല എന്ന് പാസ്റ്റർമാർ ഇന്നോട്ട് പറയുക. അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല. മലാക്കി പ്രവചനത്തിൽ പറഞ്ഞത്, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണും, ഉപവസിക്കുന്നവനും ഉപവസിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണും, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണും. എങ്ങനെ കാണുമെന്നറിയാമോ? ഒരു പിതാവ് താൻ സ്നേഹിക്കുന്ന മകനെ എങ്ങനെ മാനിക്കുവോ എന്നതുപോലെ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ഞാൻ അവരെ മാനിക്കും. അവൻ അത് ഒരു സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചെങ്കിൽ നീ കൊടുത്തത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിതച്ചത് ആരും കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. നിങ്ങൾ കൊടുക്കുന്നത് പാസ്റ്റർക്കല്ല, സഭയ്ക്കല്ല, അത് ദൈവത്തിനു വേണ്ടി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് വിതയ്ക്കുകയാണ്. നീ വിതയ്ക്കുന്നുവെങ്കിൽ നീ കൊയ്യും. അതിന് സംശയമില്ല എന്ന് ദൈവാത്മാവ് വചനത്തിലൂടെ ദൂതായിട്ട് പറയും. ഞാൻ ഈ പറയുന്നത് മുഴുവൻ ഡോക്ട്രിൻസാണ്. ഇത് ഉണർവുണ്ടാക്കാൻ പറയുകയല്ല, നിന്നെ ചെത്തി കുത്തി നിന്നെ കത്തിച്ച് വിടാൻ വേണ്ടി പറയുക. വരുന്ന ദിവസങ്ങളിൽ എൻ്റെ മാറ്റം ഉണ്ടാകും കേട്ടോ പാസ്റ്ററെ. ഈ വചനം ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളത് സ്വോത്രകാഴ്ച പാത്രം നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. പണ്ട് കുമ്പനാട് വലിയൊരു ഉണർവ് നടന്നു, വലിയൊരു കൺവെൻഷൻ നടന്നു. വലിയ ഉണർവ് AGയുടെ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ ഒരു സായിപ്പാണ് പ്രസംഗിക്കാൻ വന്നത്. അപ്പോൾ വലിയ ഉണർവ് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാ പാസ്റ്റർമാരും സായിപ്പിനെടുത്തെന്ന് പറഞ്ഞു, ഇന്ന് വലിയ ഉണർവായിരുന്നു. സായിപ്പ് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ സ്വോത്രകാഴ്ച പാത്രം ഒന്ന് കൊണ്ടുവന്ന് നോക്കട്ടെ. നോക്കിയപ്പോൾ 2 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി പറഞ്ഞു, 2 രൂപയുടെ ഉണർവേ നടന്നിട്ടുള്ളൂ. നിങ്ങൾ എത്ര ഒച്ച കൂട്ടിയാലും എത്ര ഒച്ച ഉയർത്തി പറഞ്ഞാലും, നിങ്ങൾ ആരാധനയിൽ സൗണ്ട് കൂട്ടി മണിക്കൂറുകൾ വിട്ടാലും നിനക്ക് ഉണർവുണ്ടായിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ സ്വോത്രകാഴ്ച പാത്രം നോക്കിയാൽ മതി. അതാണ് ഉണർവ്. ഉണർവുണ്ടായാൽ എന്ത് ചെയ്യുന്നറിയാമോ? ശമരിയിൽ ഉണർവുണ്ടായപ്പോൾ അവരുടെ വസ്തു വകയെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരെ കാൽക്കൽ കൊണ്ടുവച്ചു. എന്തിനാണ് വെച്ചത്? അന്ന് പറഞ്ഞാൽ ഉണർവുണ്ടായി കഴിയുമ്പോൾ നീ ഇറുക്കി പിടിച്ചതൊക്കെ നീ വിടും. അതാൻ്റെ കാര്യം. നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ റോബിൻ്റെ കൂടെ ഞാൻ സ്ഥലം വിടും.
സ്തോത്രം. ഞാൻ പറയുന്നത് ഈ സഭയെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഏത് സഭയിൽ കൂടുന്നുവോ ആ സഭയോട് നിങ്ങൾക്കൊരു കടപ്പാടുണ്ട്. നിങ്ങൾ ഏത് ദേശത്തായിരിക്കുന്നുവോ ആ സഭയിൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു കടപ്പാടുണ്ട്, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്തോത്രം മാത്രമല്ല, നിന്റെ നന്മകളും സഭയുടെ പുരോഗതിക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നീ ചിലവഴിക്കണമെന്ന് ദൈവവചനത്തിലൂടെ ദൂതായിട്ട് പറയുകയാണ്. തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, മൃഗസമ്പത്ത് കൊണ്ടുപോകരുത്. എന്താ കാര്യം? അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യോബ് എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കും, മൃഗങ്ങളെ യാഗമർപ്പിച്ച് ദൈവത്തെ എന്ത് ചെയ്യും? ആരാധിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സാത്താൻ അത് തകർക്കാൻ വേണ്ടി നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കരുത്, ദൈവത്തെ നീ ബഹുമാനിക്കാതിരിക്കുവാനാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തിയേക്കാം, പാസ്റ്റർ പറഞ്ഞ സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. അടുത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 14-ാം അധ്യായത്തിൽ അതിൻ്റെ 9-10 വാക്യം: അവരെ വിട്ടയച്ചു എങ്കിലും അവരെ പിന്തുടർന്നു. എവിടെ നിന്ന് വിട്ടുപോയോ അവിടേക്ക് മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു. കള്ളുകൂടിയൻ വിശ്വാസത്തിൽ വന്നിട്ട് അവൻ പിന്മാറ്റത്തിൽ പോയാൽ എവിടെ പോകുന്നറിയാമോ? അവൻ കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരം എവിടെയുള്ളതെന്ന് നോക്കും, അവൻ അങ്ങോട്ടേ പോകത്തുള്ളൂ. പോക്കറ്റടിക്കാരൻ വിശ്വാസത്തിൽ വന്നു പിന്മാറ്റത്തിൽ പോയാൽ അടുത്ത ബസ്സിൽ അവൻ ചാടിക്കയറും പോക്കറ്റടിക്കാനായിട്ട്. വ്യഭിചാരി വിശ്വാസത്തിൽ വന്നു പിന്മാറ്റത്തിൽ പോയാൽ അവൻ അടുത്ത വ്യഭിചാരശാലി അന്വേഷിക്കും. അവൻ എന്ത് മുൻപ് ചെയ്തുകൊണ്ടിരുന്നുവോ അങ്ങോട്ട് തിരിയും. എത്ര സ്പ്രേ അടിച്ച് കുളിപ്പിച്ച് നിർത്തിയാലും കുറച്ച് കഴിയുമ്പോൾ പന്നിയുടെ കണ്ണെഴുതി നിർത്തിയാലും പുള്ളി അങ്ങോട്ട് തന്നെ പോകത്തുള്ളൂ. മനസ്സിലായോ? എങ്ങോട്ട് പോകും? ചെളി പോകും. അതാണ് എൻ്റെ പ്രത്യേകത. 2 ഉദാഹരണം. നിങ്ങളെ പട്ടിയെന്നും നായൊന്നും വിളിച്ചെന്ന് പറയരുത്. വചനത്തിൽ പറഞ്ഞ വെളുവ പറയുന്നത്. ഒരുത്തൻ, ഈ നായ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്നാ പ്രത്യേകത എന്നറിയാമോ? പുള്ളി ഛർദ്ദിച്ചത് തന്നെ കുറച്ച് കഴിഞ്ഞ് വിശക്കുമ്പോൾ എന്നാൽ കഴിച്ചേക്കാന്ന് തുടങ്ങും. സ്വോത്രം. നമ്മളൊക്കെ അതിരിക്കുന്ന മുഖമൊക്കെ ഒരു വാടി, നമ്മളൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിച്ചാൽ ആ ഛർദ്ദിൽ കിടക്കുന്നിടത്ത് നമ്മൾ മാറിയിരിക്കും. നമ്മൾ ഛർദ്ദിച്ചതാണ്. പക്ഷേ എന്നാൽ ഞാനിപ്പോൾ വന്നപ്പോൾ ഫ്രൈഡ് റൈസ് പൈസ കൊടുത്ത് മേടിച്ചാൽ അതിന് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ നമ്മൾ എത്തിക്കരുത്. നമ്മൾ ജീവനം കൊണ്ട് അവിടെ നിന്ന് മാറിയിരിക്കും. എന്നാൽ നായ അങ്ങനെയല്ല. ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ പുള്ളി എന്ത് ചെയ്യും? ഏതായാലും വിശക്കോ, ഇനിയിപ്പോൾ കടയൊന്നും എടുത്തില്ല, ഇതിനെ കഴിച്ചേക്കാന്ന് ചിന്തിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. നീ ഛർദ്ദിച്ചത് വീണ്ടും തിന്നുകയും നിന്നെ കുളിപ്പിച്ചാലും നീ കുളിച്ചാലും സ്നാനപ്പെട്ടാലും വീണ്ടും മടങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു ഈ രണ്ടിനെയും സ്വർഗം വെറുക്കുന്നു. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്: നായുടെ പണം യഹോവയുടെ ഭണ്ഡാരത്തിൽ വരുവാൻ പാടില്ല, പന്നി മാംസം തിന്നത്. ഇത് യഹൂദനോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഈ ആത്മീയ അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ നിന്റെ ധനം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. അടുത്തത് അവൻ മടങ്ങിപ്പോയെങ്കിലും വിട്ടുപോയെങ്കിലും അവരെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു. നീ എവിടെ നിന്ന് വിശ്വാസത്തിലേക്ക് വിട്ടുപോയോ സാത്താൻ 24 മണിക്കൂർ നിന്നെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച് നിന്നെ പിന്തുടരുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് മിസ്രൈമി ശക്തി. അവൻ പിന്തുടർന്ന് വരുമ്പോൾ വിളിച്ചു പറഞ്ഞൊരു മുദ്രാഭാഗ്യം പറഞ്ഞ് നിർത്തിയേക്കാം. എന്താ പറഞ്ഞറിയാമോ? പിന്തുടരും, പിടിക്കും, കൊള്ളപങ്കിടും, വാളൂരും, നിഗ്രഹിക്കും, എൻ്റെ ആശയവരാൽ പൂർത്തീകരിക്കുമെന്ന് ശത്രു പറഞ്ഞു. എന്നാൽ ഇവർ മടങ്ങി വരുന്നത് കണ്ടിട്ട്, പുറമേ വരുന്നത് കണ്ടിട്ട് ജനം ഭയപ്പെട്ടു. അവർ നോക്കും, മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫറവോനും സൈന്യവും. അവർ പറഞ്ഞു, മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുചെന്നത്? മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം, എന്നാ ശരി മടങ്ങിപ്പോക്കോ മക്കളെ എന്നാണോ പറഞ്ഞത്? മുമ്പിൽ ചെങ്കടലല്ലേ, പുറകിൽ ഫറവോന് സൈന്യമല്ലേ, ഇനിയിപ്പോൾ നിങ്ങളൊന്നും നിൽക്കണ്ട, തിരിച്ചു പോക്കോ, നിങ്ങളുടെ ജീവിതമാണ് വലുത്. ഇപ്പം യേശുവിനെ തള്ളി പറഞ്ഞു, പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ശേഷം സ്തോത്രം ചെയ്യാം. അങ്ങനെയല്ല പറഞ്ഞത്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ജനത്തോട് മുൻപോട്ട് പോകുവാൻ പറയുക. അന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ മടങ്ങിപ്പോവുക എന്നൊരു പദ്ധതിയില്ല. അവരുടെ മുൻപിലുള്ള ചെങ്കടൽ അവർക്ക് വേണ്ടി സ്വർഗം തുറന്നു. അത് ചെങ്കൽ പാതിയൊരുക്കി അവർ മറുകര കടന്നപ്പോൾ ഇക്കരെ വെച്ച് മോശയ്ക്കെതിരെ കല്ലെടുത്ത ജനം ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ കല്ല് കളഞ്ഞ് തപ്പെടുത്തു. ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് കൃത്യമായി നിന്നോട് സംസാരിക്കും. മരുഭൂമിയുടെ അനുഭവത്തിൽ മാത്രമേ ആരാധന വെളിപ്പെടുകയുള്ളൂ. സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവസരം കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും വന്ദനം പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.